എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് സ്കിൽ വിഷനിലേക്ക് കൃതജ്ഞമായ സ്വാഗതം. ഞാൻ മലയാളം മജീഷ്യൻ, കമ്മ്യൂണിറ്റി ഇംഗ്ലീഷ് ട്രെയിനർ. ടോപ്പ് സ്കിൽ വിഷൻ മുതിർന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ വിവിധ വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാജിക്കിലൂടെ ആവാം. ഹലോ, നിങ്ങളല്ലേ പ്രൊഫസർ മലയിൽ എന്ന് പറഞ്ഞാൽ? ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി കുറെ കാലം നടക്കുന്നു. കാര്യം എന്താണ്, നമ്മളൊരു കല്യാണ ബ്രോക്കറാണ്. പണ്ടൊക്കെ കല്യാണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പൊ ഓലടിയിൽ പിടിച്ചിക്കണം എന്തെങ്കിലും നമ്മളിട്ട് എന്തെങ്കിലും മരുന്ന് വേണല്ലോ. അപ്പോഴാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രായം ഒന്നും ഒരു പ്രശ്നമല്ല, എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മക്കൊന്ന് അതുണ്ട്. അപ്പൊ നമ്മക്കൊന്ന് ഇംഗ്ലീഷ് പഠിക്കണം. നിങ്ങളൊന്ന് പഠിപ്പിച്ചാൽ നമ്മൾ കേട്ടോ. പിന്നെ നമുക്ക് ഞാനിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കാൻ നമുക്ക് ഒരു മാജിക് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ആയിക്കോട്ടെ, നല്ല വേണ്ടി. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാജിക്കൽ കിറ്റാണ്. ഇതിനകത്ത് ഒന്നുമില്ല, ഒന്ന് കൈ തരും. അസ്സലാമു അലൈക്കും. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇത് ഞാൻ ബ്ലോക്ക് ചെയ്യണം. അതിനുശേഷം ഞാനൊരു പിന്നെ പഴത്തൊലി ഈ പഴത്തൊലിലേക്ക് ഇടാം. ഇതിന്റെ മാജിക്കില് ഹാറ്റ് വേണം. അതുപോലെ തന്നെ മാജിക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിക്ക് വാണ്ട് വേണം, മാജിക് വാണ്ട്. ഇനി മാജിക്കിലെ മന്ത്രങ്ങൾ ഇതുവരെയാണ്: ഹോക്കസ് പോക്കസ്, അബ്രാക്കഡബ്ര, അബ്രാക്കഡബ്ര. ഇനി നിങ്ങളത് എടുത്തോ. എടുത്തോളൂ, ഇതിനകത്തൊന്നുമില്ല വേറെ. അത് തൊലി വായക്കായി മാറിയിട്ടുണ്ട്. അപ്പൊ വായക്കാത്തോലി വായക്കാക്ക വിദ്യയൊക്കെ നിങ്ങൾക്കുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ആള് സാധനമല്ലോ, നിങ്ങളെ വിടാൻ പറ്റൂല. അല്ല, ഞാൻ വിടൂല. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചാലോ? പഠിപ്പിക്കാം. മാജിക് പഠിക്കാം, ഇംഗ്ലീഷ് വേണം പഠിക്കാം. മാജിക് ഭയങ്കരമായിട്ട് നമുക്ക് പ്രാക്ടീസ് വേണം. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. ആദ്യം ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ സൂത്രവിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുക. എന്ത് സൂത്രം? അത് സൂത്രം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഒരു ടെസ്റ്റിംഗ് ആണ്, നിങ്ങൾ ചെറിയ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞു ഒന്ന് പറയും. ഇതിനല്ലേ? വെരി ഗുഡ്. പറഞ്ഞോളൂ. എന്താ മിസ്റ്റർ ബായ്ക്കാന്നുള്ളത് പറയാം? ബനാന. 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 അതെ അതെ, അങ്ങനെ അതാണ് ഇംഗ്ലീഷ് പേര്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി, വേർഡ് പവർ വേണം. അത് പഠിപ്പിച്ചു തരും, പഠിപ്പിക്കും. അതോടൊപ്പം നമുക്ക് കുറച്ച് ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബനാന സൂത്രം. ബനാന സൂത്രം. ബനാന സൂത്രം. അതെ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പഴം ഞാൻ കഴിക്കുന്നതിന് വീഡിയോ. ഓക്കെ. അപ്പൊ എന്നും ഞാൻ എന്ത് പതിവായിട്ട് ഞാൻ പഴം കഴിക്കാറുണ്ട്. പതിവായി എന്നും കഴിക്കാന്നുള്ളത് നമ്മൾ എവരിഡേ എന്ന് പറയും. അറിയില്ല എങ്ങനെ? എവരിഡേ കേട്ടിട്ടുണ്ടോ? നമ്മൾ പാൽപ്പൊടിയല്ല, എവരിഡേ എന്ന് പറഞ്ഞാൽ പതിവായി എന്നാണ് എല്ലാ ദിവസവും. അപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ മാറ്റമുണ്ട്. അപ്പൊ ഞാൻ പിന്നെ പഴം തിന്നുന്നു എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഞാൻ തിന്നുന്നു പഴം, ഞാൻ തിന്നുന്നു പഴം അങ്ങനെ പറയാം. ഞാൻ എന്നുള്ളത് ആയി, തിന്നുക എന്നുള്ള ഇംഗ്ലീഷിൽ ഈറ്റ് എന്നുള്ളത്. അപ്പൊ വെർബിന്റെ 3 രൂപങ്ങൾ നമ്മൾ പഠിക്കണം: V1, V2, V3. ഈറ്റ്, ഏറ്റ്, ഈറ്റ് എന്ന് പറയും. അപ്പൊ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞാൻ പതിവായി എന്നും ഞാൻ പിന്നെ പഴം കഴിക്കും എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാം. പിന്നെ ഐ ഈറ്റ് ബനാന എവരിഡേ എന്ന് പറയും. ഐ ഈറ്റ് ബനാന എവരിഡേ. അപ്പൊ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശീലങ്ങളുണ്ടോ? അപ്പൊ ഐ ഡ്രിങ്ക് മിൽക്ക് എവരിഡേ എന്ന് പറഞ്ഞാൽ എന്നും പതിവായിട്ട് പാല് കഴിക്കുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ അതിന് സിമ്പിൾ പ്രസന്റൻസ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയും. ഇനി ഞാൻ പറയാണ്, ഞാൻ പഴം കഴിക്കും, വരാൻ പോകുന്ന ഫ്യൂച്ചർ. അത് സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സാധാരണ ഇതിൽ ഐഷാൽ വെച്ചിട്ടാണ് പറയാറ്. പക്ഷേ നമുക്ക് ഇപ്പോൾ വില്ലിലേക്ക് വന്നിട്ടുണ്ട്, കൂടുതലായിട്ട് യൂസേജ് ആണ്. അതുകൊണ്ട് ഐ വിൽ ഈറ്റ് ബനാന എന്ന് പറഞ്ഞാൽ വില്ലോ ഷാലോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഐ വിൽ ഈറ്റ് ബനാന എന്ന് പറഞ്ഞാൽ ഞാൻ പഴം കഴിക്കും എന്താണ് പറയും? ഐ വിൽ ഈറ്റ് ബനാന. ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, ഫ്യൂച്ചർ ഭാവിയിൽ. ഇനി ഞാൻ കഴിച്ചു കഴിഞ്ഞ് നാളെ പറയാന്ന് വെച്ചാൽ നാളെ ആകുമ്പോൾ ഇന്നെന്തായിരിക്കും? ഇന്നലെ. അത് ഇംഗ്ലീഷിൽ പറയാം എസ്റ്റർഡേ. അപ്പൊ ഐ ഏറ്റ് ബനാന എസ്റ്റർഡേ എന്ന് പറയും. ഐ ഈറ്റ് ബനാന. ഈറ്റ് അല്ല, അത് V2 ആണ് ഉപയോഗിക്കുക. ഏറ്റ് അതാണ് V1, V2, V3. ഈറ്റ് എന്ന് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഐ ഏറ്റ് ബനാന എസ്റ്റർഡേ എന്ന് പറയും. I ate banana yesterday. ഞാൻ ഇന്നലെ പഴം കഴിച്ചു. ഞാൻ വിചാരിച്ചു വരുന്നില്ല. നമുക്ക് ഇത് സിമ്പിൾ പ്രസന്റ് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ എന്ന് പറയാം. അപ്പൊ ഞാനത് കഴിക്കാണ് തുടങ്ങുന്നത്. വിരോധമില്ല. അപ്പൊ ഞാൻ ബനാന എന്ത് ചെയ്തു? കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ പറയാം, അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ദ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ.
ഇത് ഈ സമയത്ത് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ നമ്മൾ ആകുന്നു എന്ന് പറയും. ഞാൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുക ആകുന്നു അല്ലെ. ആകുന്നു എന്ന് ഇംഗ്ലീഷിൽ ഇസ് ആം ആകും. എന്താണ് ഇസ് ആം ഇസ് സിംഗിളിന്റെ കൂടെ ആം അതിന്റെ കൂടെ ആറ് പ്ലൂറൽ ബഹുവചനത്തിന്റെ കൂടെ. അപ്പോൾ ഞാൻ ഐ ആണ്, അതിന്റെ കൂടെ എന്താ പേര് ആം. ഐ ആം എന്നേ പറയുള്ളൂ, ഐസ് എന്ന് പറയില്ല, ഐ ആർ എന്ന് പറയില്ല. അപ്പൊ ഓക്കെ, ഐ ആം ഈറ്റിംഗ് ബനാന നൗ. നൗ ഐ ആം ഈറ്റിംഗ് ബനാന. ഇപ്പൊ ഞാൻ പഴം കഴിച്ചു. നൗ ഐ ആം ഈറ്റിംഗ് ബനാന എന്ന് പറയും. നോ ഐ ആം ഈറ്റിംഗ് ബനാന. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് വരേണ്ട ആളെ, കുറച്ച് വൈകിപ്പോയി. കുറെ കാലങ്ങൾ തെരഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റില്ല. ഇപ്പോഴാണ് നമ്മൾ കിട്ടിയത്. ഇനി ഞാനത് കഴിച്ച് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ കഴിച്ച് കഴിഞ്ഞു എന്ന് സങ്കല്പിക്കാം. അതിന് പെർഫെക്റ്റ് എന്ന് പറയാം. പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പൊ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ഞാൻ ചായ കുടിക്കാൻ വിളിക്കുകയാണെങ്കിൽ പറയാൻ ചായ കുടിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിച്ചതല്ലോ, കുറച്ച് മുമ്പ്. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഹാസ് ഹാവ്. ഹാസ് ഹാവിന്റെ പ്രയോഗം ഉണ്ട് എന്നാണ്. എന്താണ് ഉണ്ട്? ഉണ്ട്. ഹാസ് സിംഗിളിന്റെ കൂടെ, ആവ് ഹൈന്റെ കൂടി പ്ലൂരലിന്റെ കൂടെ. അപ്പൊ ഞാൻ പറയാണ് പിന്നെ പഴം കഴിച്ചിട്ടുണ്ട്. ഞാൻ പഴം കഴിച്ചിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഹാസ് ആവാണ്. അപ്പൊ ഐ ഹാവ് ഈറ്റൺ. കാരണം V3 V1 V2 V3 പറഞ്ഞല്ലോ. മൂന്നാമത്തെ രൂപം വർപ്പ് 3 രൂപം നിർബന്ധമായി പഠിക്കണം ഭാഷ പഠിക്കുമ്പോൾ. അപ്പൊ ഐ ഹാവ് ഈറ്റൺ ബനാന എന്ന് പറയും. ഐ ഹാവ് ഈറ്റൻ ബനാന. വളരെ കറക്റ്റ് ആണ്. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അത് ഇത് പാസ്റ്റിന് നമുക്ക് പറയാം, ഫ്യൂച്ചറിലും പറയാം. അതായത് നമ്മൾ നാളത്തെ പ്രസന്റ് കണ്ടിന്യൂസ്ലി നമ്മൾ പറഞ്ഞത് ഐ ആം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം മീറ്റിംഗ് ആണ്. അത് ആ സമയത്ത് എന്തെങ്കിലും നടന്നു. അപ്പൊ ഞാൻ എന്താ പറയാ, പിന്നെ ഞാൻ പിന്നെ പഴം കഴിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. നിങ്ങൾ പറയും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് എന്റെ സുഹൃത്ത് വിളിച്ചത് അല്ലെ. അപ്പൊ ഞാനിവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ കയറി വന്നത് അല്ലെ. അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേജ് വരും. അപ്പൊ ആയിരുന്നു എന്നുള്ള ഇംഗ്ലീഷിൽ അത് നമ്മൾ പഠിക്കണം. അതായത് ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബുകളെ നമ്മൾ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം. അപ്പൊ വാസ് വേറെ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് ഐ വാസ് വിത്ത് സിംഗുലർ വാസ് വിത്ത് പ്ലൂറൽ വേർ. അതിന്റെ കൂടെ വാസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വേറെ സിറ്റുവേഷൻ നമ്മൾ വേറെ വീഡിയോയിൽ പറയും. അപ്പൊ ഐ വാസ് ഈറ്റിംഗ് ബനാന. ഞാൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു. എങ്ങനെ പറയും? ഐ വാസ് ഈറ്റിംഗ് ബനാന. വളരെ സന്തോഷം. പെട്ടെന്ന് കാര്യങ്ങൾ. ഇനിയിപ്പോ ഞാൻ പറയണം, നാളെ ഇതേ സമയം ഞാൻ ഒരു കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഞാൻ ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ഇത് കഴിക്കുന്നതാണെങ്കിൽ ഞാൻ എന്ത് പറയും, നാളെ ഇതേ സമയം എന്ത് ചെയ്യും, പഴം കഴിച്ചുകൊണ്ടിരിക്കുക ആവും. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ. അത് വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയണേ ഐ വിൽ ബി ഈറ്റിംഗ് ബനാന ബൈ ദിസ് ടൈം ടുമോറോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒന്നുകൂടി മനസ്സിലാക്കി എടുക്കാം. ഞാൻ പറഞ്ഞു ഐ വിൽ ബി ഈറ്റിംഗ് ബനാന. പറയും ഐ വിൽ ബി ഈറ്റിംഗ് ബനാന ബൈ ദിസ് ടൈം ടുമോറോ. നാളെ ഇതേ സമയം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മനസ്സിലായി വർബിന്റെ കൂടെ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രസന്റ് സിമ്പിൾ പറഞ്ഞു, കണ്ടിന്യൂസ് പാസ്റ്റും പറഞ്ഞു, ഫ്യൂച്ചറും പറഞ്ഞു. ഈ പെർഫെക്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാണല്ലോ. കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ആണ്. ഉണ്ടായിരുന്നു എന്നുള്ള ഹാഡ് ആണ് ഉപയോഗിക്കുക. അതാണ് ഹാഡ്. അപ്പോ ഞാൻ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഇംഗ്ലീഷില് ഐ ഹാഡ് ഈറ്റൻ ബനാന. ഈറ്റൻ അത് ഹാസ് ഹാവ് ഹാഡ് വിൽ ഹാവ് ഒക്കെ ഉപയോഗിച്ചാൽ ഈറ്റൻ എന്ന പ്രയോഗമാണ്. അത് V3 ആണ് വരിക. അപ്പൊ V1 V2 V3 മറക്കരുത് കേട്ടോ. അത് ലിസ്റ്റായിട്ട് തന്നെ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ഹാവ് ഈറ്റൻ ബനാന. അതായത് പാസ്റ്റിലാകുമ്പോൾ ഐ ഹാഡ് ഈറ്റൻ ബനാന എന്ന് പറയും. ഐ ഹാഡ് ഈറ്റൻ ബനാന. ഞാൻ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. നീ കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ പറയില്ല നാളെ 10 മണിക്ക് ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും, അവിടെ എത്തണം അങ്ങനെയൊക്കെ പറയുമ്പോൾ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൽ ഹാവ്. എന്താണ് വിൽ ഹാവ് ഷാൽ ഹാവ്. അപ്പൊ ഐ വിൽ ഹാവ് ഈറ്റൻ ബനാന. അതാണ് എന്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഞാൻ എൻഡിങ്ങിലേക്ക് പോവാണ്. ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. കഴിക്കട്ടെ. അപ്പൊ എന്താ വെച്ചാല് ഞാനിങ്ങനെ എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും ഞാൻ കഴിക്കുന്നത്? എത്ര സെക്കൻഡ് പറയും? 2-3 സെക്കൻഡ്. അപ്പൊ ഞാൻ പറയണം 3 സെക്കൻഡ് ആയിട്ട് ഞാൻ പഴം കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. 3 സെക്കൻഡ് ആയിട്ട് ഞാൻ പഴം, അത് അങ്ങനത്തെ പറയാന്ന് വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ? അപ്പോൾ ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ബനാന ഫോർ 3 സെക്കൻഡ്സ്. ഫോർ 3 സെക്കൻഡ്സ്. ഓക്കെ, അത് ഫോർ അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കാം. സിൻസ് മുതൽ ഒരു കൃത്യ ടൈം മുതൽ പറയുമ്പോൾ സിൻസ് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് കൂടെ പറയും ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ബനാന ഫോർ 3 സെക്കൻഡ്. കറക്റ്റ് അല്ലേ? അതിന്റെ പാസ്റ്റും ഫ്യൂച്ചറും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൂടി പറഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഓരോ ലെസണായിട്ട് നമുക്ക് ഒന്നുകൂടി പഠിക്കാം. അപ്പൊ അതിന്റെ പ്രാഥമികമായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പാസ്റ്റ് നമ്മൾ ഹാഡ് വരും. അപ്പൊ ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ബനാന. എന്നാൽ ഫ്യൂച്ചറിൽ പറയുമ്പോൾ ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ബനാന. ഇത്രേ ഉള്ളൂ. ഇതാണ് ബനാന സൂത്രം. അപ്പൊ ഞാനത് കഴിച്ചോട്ടെ. പ്രശ്നമൊന്നുമില്ല. അപ്പൊ സന്തോഷം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം. ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും ടോപ്പ് ആവും. ആയിക്കോട്ടെ, ശരി, ഓക്കെ.